الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന് തൃപ്തികരമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന, നാം വായിച്ചുകൊണ്ടിരിക്കുന്ന, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മരണം എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്നും, അയൽപക്കത്തു നിന്നും, നമ്മുടെ നാട്ടിൽ നിന്നും, അന്യനാടുകളിൽ നിന്നൊക്കെ ധാരാളം പേർ ദിവസേന മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായം ചെന്ന ആളുകളുടെ മരണവാർത്ത പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പ്രായാധിക്യം ചെന്ന ആളുകൾ മാത്രമല്ല,
നല്ല ആരോഗ്യ ദൃഢഗാത്രരായ നല്ല യുവത്വം തുളുമ്പി നിൽക്കുന്ന ആളുകൾ അവരും ഈ ലോകത്ത് നിന്ന് മരണമടയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അവർ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില വാർത്തകൾ നമ്മെ ഏറെ പ്രയാസപ്പെടുത്തുന്ന അവിശ്വസനീയമായ ചില മരണവാർത്തകളുണ്ട്. ഒരു രോഗവുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ ഒരാളുടെ മരണം. ഇന്നലെയും നമ്മൾ സംസാരിച്ചതാണ്, ഞങ്ങൾ ഒന്നിച്ചിരുന്നതാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതാണ്. ആ മരണവാർത്ത നമ്മെ ഞെട്ടിച്ചു കളയും. അപ്പോൾ രോഗം കൊണ്ടും രോഗമില്ലാതെയും മരണമുണ്ട്. പ്രായം വളരെ ചെറുതായ കുട്ടികൾ നിത്യേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പല കാരണങ്ങളാൽ, നമ്മൾ പറയുന്ന പല കാരണങ്ങളാൽ അവരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയുമൊക്കെയായി ധാരാളം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മലപ്പുറത്ത് നിന്ന് ഒരു KSRTC ബസ്സിന് നേരെ ഒരു ഓട്ടോറിക്ഷ ചെന്നു. ഓട്ടോറിക്ഷ ഇടിച്ചു. 3 പേര്, ഒരു ഉപ്പയും ഉമ്മയും ഒരു മകളും ദാരുണമായി അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് യാത്രയായി. റിമോട്ട് കൺട്രോളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഗേറ്റിൻ്റെ ഇടയിൽപ്പെട്ട് വൈലത്തൂർ വെച്ച് ഒരു 9 വയസ്സുകാരൻ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായി. അങ്ങ് ദൂരെയൊന്നുമല്ല, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഒരുപാട് മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മരണം അത് മരിക്കുമെന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി നമ്മോടാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവരും വിശ്വസിക്കുന്ന ഏതു മതനിഷേധിയും ഏതു മതവിശ്വാസിയും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവനും ദൈവമേ ഇല്ല എന്ന് പറയുന്നവനും എല്ലാവരും ഐക്യകണ്ഠേന വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരിക്കും എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഈ വിഷയം ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കുമെന്ന് ഖുർആൻ അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണത്? മനുഷ്യൻ മറക്കാൻ ഇഷ്ടപ്പെടുന്ന, മനുഷ്യൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മരണം. നമ്മൾ വീട്ടിൽ നിന്ന് മരണത്തെക്കുറിച്ചിട്ട് സംസാരിച്ചു നോക്കൂ. ഭാര്യയാണ് സംസാരിക്കുന്നതെങ്കിൽ ഭർത്താവ് പറയും, നീ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത സമയത്ത് എന്തിനാ മരണത്തെക്കുറിച്ച്? ഭർത്താവ് പറയുകയാണെങ്കിൽ പറയും, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ, ഇങ്ങനത്തെ ഇക്കാര്യമൊക്കെയാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ഈ രൂപത്തിൽ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും മരണത്തെക്കുറിച്ച് കേൾക്കാനും മരണത്തെക്കുറിച്ച് പറയാനൊന്നും നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഈ വിഷയകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അവനെ മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു.
പിന്നീട് അവനെ ബീജത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉദരത്തിൽ അവനെ നാം സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അവനെ പടിപടിയായി വളർത്തി അവന് കൈകാലുകൾ കൊടുത്തു, അവന് ഹൃദയം നൽകി, അവന് കാതുകൾ കൊടുത്തു, കണ്ണു കൊടുത്തു, ബുദ്ധിശക്തി നൽകി. അങ്ങനെ അവനെ ഒരു മനുഷ്യ സൃഷ്ടിയായി, ഒരു മനുഷ്യ കുഞ്ഞായി നാം അവനെ പുറത്തു കൊണ്ടുവന്നു. ആ ഒരു വചനത്തിലൂടെ ഇതിങ്ങനെ പറഞ്ഞിട്ടല്ല അവസാനിപ്പിക്കുന്നത്, ഇനി എന്നും ഇവിടെ ഇങ്ങനെ ജീവിക്കാമെന്നല്ല, എന്നും ഈ ലോകത്തിങ്ങനെ ശാശ്വതമായി ജീവിക്കാമെന്നല്ല, ഇതിന് ശേഷം നിങ്ങൾക്കൊരു മരണമുണ്ട്, മരിക്കുമെന്നുള്ള ബോധത്തോടെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്നാണ്. നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടാറുണ്ട്. എന്തിനാണ് മോട്ടിവേഷൻ? നിങ്ങൾ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടി, നിങ്ങളുടെ പഠനത്തിൽ പരീക്ഷയിൽ നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടി, എല്ലാ സ്ഥലത്തും സക്സസ് ആവാൻ, വിജയിക്കാൻ. എന്നാൽ ഖുർആൻ നമുക്ക് നൽകുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. എന്തിനാണ്? സക്സസ് ആവാനാണ്. എവിടെയാ സക്സസ് ആവേണ്ടത്? ഈ ദുനിയാവിൽ മാത്രമല്ല, പരലോകത്ത് സക്സസ് ആവണം, പരലോകത്ത് വിജയിക്കണം. അവിടെ വിജയിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു മോട്ടിവേഷനാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന പ്രചോദനമാണ് മരിക്കുമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. ഈ ബോധം നഷ്ടപ്പെടുമ്പോഴാ മനുഷ്യൻ എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. എന്തേ കാരണം? ഞാനിപ്പം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, ഇപ്പോഴൊന്നും ഞാൻ മരിക്കൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ പാരമ്പര്യമായിട്ട് ഏകദേശം 100 കവിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 100 അടുത്തിട്ടുണ്ട്. ഞാനിപ്പം 40-ലല്ലേ, 50-ലല്ലേ, 60-ലല്ലേ, എന്തായാലും കുറച്ചും കൂടെ ഒക്കെ പോകും. അപ്പൊ കുറച്ചും കൂടെ കഴിയട്ടെ, എന്നിട്ട് നന്നാവാം, എന്നിട്ട് പള്ളിയിൽ വന്നു തുടങ്ങാം, എന്നിട്ട് ആ തിന്മ ഉപേക്ഷിക്കാം, എന്നിട്ട് നന്നാക്കാം, എന്നിട്ട് തൗബ ചെയ്യാം. കുറച്ചും കൂടെ കഴിയട്ടെ, ഞാനങ്ങ് ഹജ്ജിന് പോകാൻ വിചാരിച്ചിട്ടുണ്ട്, കുറച്ച് കഴിയട്ടെ, ഹജ്ജിന് പോയിട്ട് അറഫയിൽ നിന്ന് കഅബയുടെ കില്ല പിടിച്ച് അവിടെ വെച്ചിട്ട് റബ്ബിനോട് പറയാം, എന്നിട്ട് നന്നാവാം. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ഭാഗത്തിലൂടെ റബ്ബ് ചോദിക്കുകയാ, ആരാ മനുഷ്യ നിനക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ളത്? ഒരാൾക്കും അറിയാത്ത കാര്യമല്ലേ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്, നാളെ നിങ്ങൾ എന്ത് സമ്പാദിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഞാനിതുപോലെ നാളെ സംസാരിക്കുമോ? എൻ്റെ നാവ് ചലിക്കുമോ? എൻ്റെ ശരീരത്തിന്റെ നാനാഭാഗത്തുകൂടെ രക്തപ്രവാഹം ഉണ്ടാകുമോ? എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഉണ്ടാകുമോ? എൻ്റെ കാതിന് കേൾവി ശക്തി ഉണ്ടാകുമോ? എൻ്റെ ഹൃദയം നാളെ പിടിക്കുമോ? വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ചാണ് നീ ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടി വരിക? നിന്റെ കുടുംബത്തിൽ വെച്ചാണോ? നിന്റെ വീട്ടിൽ വെച്ചാണോ? റോട്ടിൽ വെച്ചാണോ? വിദേശത്ത് വെച്ചാണോ? എവിടെ വെച്ചാണ് നീ മരണത്തിന്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരിക എന്ന് ഒരാൾക്കും അറിയാത്ത കാര്യമാണ്. പിന്നെ എന്ത് ഗ്യാരണ്ടിയിലാണ് നാളേക്ക് നമ്മൾ നീട്ടിവെക്കുന്നത്? നാളെ നന്നാവാമെന്ന് പറയുന്നത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ ഇന്നക മയ്യിതുൻ, താങ്കളും ഈ ലോകത്ത് നിന്ന് മരിക്കും പ്രവാചകരെ, താങ്കളും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും പ്രവാചകരെ. വ ഇന്നഹും ലമയ്യിതൂൻ വ ഇന്നഹും മയ്യിതൂൻ. എല്ലാവരും മരിക്കുന്നത് തന്നെയാണ്, താങ്കളും മരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞതാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഈ ജീവിതത്തിന് ചില അനുഭൂതികളുണ്ട്, ചില ആസ്വാദനങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ടെങ്കിൽ അതാ ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസമെടുക്കുന്നൊരു സന്ദർഭം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ആ അവസ്ഥയിൽ അതിനുമുണ്ടൊരു അനുഭവം. അതാരും അനുഭവിച്ചവർ മടങ്ങി വന്ന് നമ്മോട് ആ വിവരം പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ വിഷയം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്.
മരണത്തെ എല്ലാവരും ആസ്വദിക്കുന്നതാ, എല്ലാവരും ആസ്വദിക്കും. പക്ഷേ മനുഷ്യൻ, സയൻസ് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അതിന്റെ ഉന്നതമായ ലെവലുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടുപിടുത്തങ്ങൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ പലതിനു വേണ്ടിയും നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു. എന്തിനു വേണ്ടി? മരിക്കാതിരിക്കാൻ. ലക്ഷോപലക്ഷം തന്റെ സമ്പാദ്യങ്ങൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിന്? തന്റെ ശരീരങ്ങൾ മമ്മിയായി സൂക്ഷിക്കാൻ, തന്റെ ശരീരം ജീർണിച്ചു പോവാതെ ഈ ഡെഡ് ബോഡി അതേ രൂപത്തിൽ സൂക്ഷിക്കാൻ മരണപ്പെട്ടാൽ എന്തിനാണ്? ഇനി ജീവൻ, പുതുജീവൻ ലഭിക്കുമ്പോ എന്റെ ജീവൻ, എന്റെ ശരീരം ജീവിപ്പിക്കണം. അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആളുകൾ തന്റെ ശരീരങ്ങൾ ഈ രൂപത്തിൽ മമ്മിയായി സൂക്ഷിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അതൊക്കെ വൃഥാവിലാണ്. സൂറത്ത് ജുമുഅയിലെ 8-ാമത്തെ വചനം, അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. പലതും പറഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനിക്കുന്നു. എനിക്ക് നല്ല ആരോഗ്യമില്ലേ, എനിക്ക് പ്രായമായിട്ടില്ലല്ലോ, ഞാൻ ഇന്നും ഒരു യുവാവല്ലേ, ഞാൻ ചെറുപ്പക്കാരനല്ലേ, എനിക്ക് അസുഖങ്ങളില്ലല്ലോ. ഈ രൂപത്തിൽ പലതും പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനിക്കുന്നു. ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല എന്ന ധാരണയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ, ആ മരണം എന്നിലേക്ക് ഇപ്പോഴും കടന്നു വരരുത് എന്ന ആഗ്രഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹ് പറയുന്നതാ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നീ ഈ മരണത്തിൽ നിന്ന് ഓടി അകലാനാണോ ആഗ്രഹിക്കുന്നത്? ഈ മരണം നിന്നിലേക്ക് വരരുത് എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ ഫഇന്നഹു മുലാഖീകും, അത് നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഫഇന്നഹു മുലാഖീകും, നീ എവിടെയായിരുന്നാലും ആ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ദൃശ്യാദൃശ്യങ്ങളെ കൃത്യമായി സസൂക്ഷ്മം അറിയുന്ന റഹ്മാനായ റബ്ബിലേക്കാണ് പിന്നീട് നിനക്ക് പോകാനുള്ളത്. മരണത്തോടെ എല്ലാം അവസാനിപ്പിക്കപ്പെടുന്നില്ല. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ആ മരണം നിന്നിലേക്ക് കടന്നു വന്നത് യാദൃച്ഛികമായിട്ടാ. ആലോചിച്ചു നോക്കൂ, ഒരു ഓട്ടോറിക്ഷയിലൂടെ സഞ്ചരിക്കുമ്പോ അതാ വലിയൊരു വാഹനം വന്നുകൊണ്ട് നമ്മെ ഇടിച്ചിടുകയാ, അവിടെ വെച്ചാണ് മരണപ്പെടുന്നതെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നാള് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോ, ഗൾഫിൽ നിന്നൊരാൾ മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോ, സഹോദരങ്ങളെ, അവരാരും മരിക്കാൻ വേണ്ടി ഓട്ടോയിൽ കയറിയതല്ല, അവരാരും മരിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നതല്ല, അവരാരും മരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയതല്ല. യാദൃച്ഛികമായി റഹ്മാനായ റബ്ബിന്റെ വിധി വന്നപ്പോ അവരൊക്കെ ആ വിളിക്കുത്തരം നൽകേണ്ടി വന്നവരാണ്. ആ വിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. നിർബന്ധമായും ആ വിളിക്കുത്തരം ചെയ്തേ മതിയാവോ. അതിന് പ്രായം മാനദണ്ഡമല്ല, അതിന് രോഗം ആവശ്യമില്ല, അതിന് സമ്പത്ത് പരിഗണിക്കപ്പെടുന്നതല്ല, സ്ഥാനമാനങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പരിഗണിക്കപ്പെടുന്നതല്ല. പക്ഷേ നമ്മളോ അത്തരം വാർത്തകളൊക്കെ കേട്ടാലും അതവിടെയല്ലേ, അത് ഇന്നവർക്കല്ലേ, അത് അപ്പുറത്തല്ലേ എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴും സമാധാനത്തോടുകൂടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ എന്റെ മുമ്പിലേക്കും നിങ്ങളുടെ മുമ്പിലേക്കും ഫഇന്നഹു മുലാഖീകും, പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഈ മരണം കടന്നു വരുമെന്ന റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ സമയത്ത് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല, ഒരു നിലക്കും സാധ്യമല്ല. സൂറത്തുൽ അഹ്സാബിന്റെ 16-ാം വചനം, കുല്ലയ്യം ഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്ത് ചിട്ടവട്ടങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചാലും ലയ്യം ഫഅകും, അതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, അതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. എത്ര തന്നെ ഡോക്ടർമാർ നിങ്ങളുടെ ചുറ്റും കൂടിയാലും, നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർ തയ്യാറായാലും, ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിങ്ങളെ ചുറ്റുഭാഗത്ത് ഡോക്ടർമാരുടെ വലിയ വലിയ വിശ്വകരന്മാർ നിങ്ങളുടെ ചുറ്റും കൂടിയിരുന്നാലും, അയ്യമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്,
എവിടെയായിരുന്നാലും ആ മരണം അതിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ നിന്റെ സ്ഥാനം പരിഗണിക്കുന്നില്ല, നിന്റെ സമ്പത്ത് പരിഗണിക്കുന്നില്ല, നിന്റെ കുടുംബം പരിഗണിക്കുന്നില്ല, നിന്റെ പ്രായം പരിഗണിക്കുന്നില്ല, നിന്റെ വാർദ്ധക്യമാണോ രോഗിയാണോ ഇതൊന്നും അല്ലാഹു പരിഗണിക്കുന്നില്ല. ആ മരണം നിന്റെ മുമ്പിലേക്ക് വരും, നീ ആ വിളിക്കുത്തരം ചെയ്യേണ്ടി വരും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ഏറ്റവും വലിയ ഒരു രക്ഷാകവചമായ ഒരു കോട്ടക്കുള്ളിൽ മരണത്തെ ഭയന്നുകൊണ്ട് നീ കയറിയിരുന്നാലും അവിടെയും മരണം നിന്നെ തേടിയെത്തുമെന്ന് സൂറത്തുൽ നിസാഇന്റെ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. നമ്മൾ നിർഭയത്വം ഉണ്ടാകുന്നത്, നമ്മൾ തിന്മകളിൽ തന്നെ തുടരുന്നത്, നമുക്ക് നന്മകളിൽ വ്യാപൃതരാവാൻ നമ്മുടെ മനസ്സ് അനുവദിക്കാത്തത്, ഒരു അലസത മനോഭാവം നമ്മിലൊക്കെ ഉള്ളത്, നമ്മൾ ഇപ്പോഴൊന്നും മരിക്കൂല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ, എങ്ങനെ നമസ്കരിക്കണം എന്നറിയോ? ജുമുഅ നമസ്കരിക്കുമ്പം നീ നമസ്കരിക്കേണ്ടത്, ഈ ജുമുഅ നമസ്കരിക്കുമ്പം സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ, ഈ ജുമുഅ കഴിഞ്ഞാൽ അടുത്ത അസറില്ലേ അതിന് ഞാൻ ഉണ്ടാകൂല, ഈ ജുമുഅക്ക് ശേഷം ഞാൻ മരണപ്പെട്ടേക്കാം എന്ന ചിന്തയോടെ നീ ജുമുഅ നമസ്കരിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ ഇല്ല, നമുക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ടാ സുബഹിക്ക് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കാത്തത്? ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടില്ല. ഇത് പ്രവേശിക്കപ്പെട്ട ഒരു മനുഷ്യൻ സഹോദരങ്ങളെ അടിക്കടി നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ചൊല്ലല്? എന്താ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ചൊല്ലാറ്? ഏറ്റവും ചെറിയ ദിക്റായിട്ട് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു, പടച്ചവനെ ഞാൻ മരിക്കുകയാണ്, അമൂതു മൗത്ത്, ഞാൻ മരിക്കുകയാണ് പടച്ചവനെ എന്നും പറഞ്ഞ് കിടക്കണമെന്ന് പഠിപ്പിച്ചു ഇസ്ലാം. മരണത്തെക്കുറിച്ച് ഓർക്കണം. ഇത് ഓർത്തിട്ടാണ്, ഇത് ചൊല്ലിയിട്ടാണ്, ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് നാം കിടന്നതെങ്കിൽ സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കും, പള്ളിയിലേക്ക് നമ്മൾ വരും. അതിനൊക്കെ ഒരു മോട്ടീവ്, ഒരു പ്രചോദനം ഈ മരണചിന്തയുണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസറിന് നീ ഉണ്ടാവില്ല. അസർ നമസ്കരിക്കുമ്പം മഗ്രിബിന് മുമ്പ് ഞാൻ അല്ലേ, എത്ര പെട്ടെന്നാണ്, എത്ര പെട്ടെന്നാണ് ആളുകൾ നമ്മോട് യാത്ര പറയുന്നത്. എത്ര സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ, എഴുതിക്കൊണ്ടിരിക്കുമ്പോ, വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ, നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ, ബസ് വെയിറ്റിംഗ് ഷെഡിൽ ബസ്സിനെ കാത്തു നിൽക്കുമ്പോ യാദൃച്ഛികമായി വളരെ പെട്ടെന്ന് എത്ര മരണങ്ങൾ. സഹോദരങ്ങൾ, നമുക്കെന്തേ ഒരു കുലുക്കവുമില്ലാത്ത? ഇത് നമ്മെ പിടികൂടില്ല എന്നാണോ? നമ്മോട് പെർമിഷൻ ചോദിച്ചിട്ട് വരുമെന്നാണോ? ആരെയാ നമ്മൾ കാത്തിരിക്കുന്നത്? എന്ന് നന്നാവാമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, ഈ മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് തൗബ ചെയ്യാമെന്നാണ് നാം ധരിക്കുന്നതെങ്കിൽ, അതിനുശേഷം നന്നാവാമെന്നാണ് നാം ധരിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ നമ്മുടെ തൗബ സ്വീകരിക്കില്ല. പലരും പറഞ്ഞു നോക്കും, മരണത്തെ മുഖാമുഖം കാണുമ്പോ, മലക്കുകളെ കാണുമ്പോ, മലക്കുകളുടെ സംസാരം കേൾക്കുമ്പോ, മരിക്കുമെന്നുറപ്പാകുമ്പോ അവരൊക്കെ തൗബ ചെയ്യും. അവരൊക്കെ പറയും, പടച്ചവനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, തുബ്തുൽ ആൻ, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു പടച്ചവനെ, എനിക്ക് നീ മാപ്പ് നൽകണേ. ഇല്ല, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല, അവരുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മരണം അതേത് സമയത്ത് നമ്മിലേക്ക് കടന്നു വരുമെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പേ തയ്യാറാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. നമ്മൾ ഒരാള് ഒരു സ്ഥലത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവിടേക്കൊരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജഅല ലഹു ഇലൈഹാ ഹാജ, അവിടേക്കൊരു ആവശ്യം ഉണ്ടാക്കും, അയാൾ അങ്ങോട്ട് പോകും. നമ്മൾ പറയും, അയാൾ മരിക്കാനായിട്ട് പോയതാണ്, ഇത്രയും ദിവസം ഇവിടെ ഇന്നലെ പോയതാണ്, ഇന്ന് മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത്. എന്തിനാ പോയത്? അയാളുടെ റൂഹ് അവിടെ വെച്ചാ പിടിക്കേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരും. സഹോദരങ്ങളെ, ആ അവസ്ഥയെത്തിയാൽ എത്ര ബലവാനാവട്ടെ, എത്ര സ്വാധീനമുള്ള മനുഷ്യനാവട്ടെ, എത്ര അറിവുള്ള മനുഷ്യരാവട്ടെ, ആരാവട്ടെ, അയാൾ നിസ്സഹായനാണ്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതേത് ഹോസ്പിറ്റലിലായാലും എത്രയെത്ര ഡോക്ടർമാരുടെ സമീപത്തായാലും ആ നിസ്സഹായാവസ്ഥ ഖുർആൻ സൂചിപ്പിക്കുന്നു. നോക്കൂ, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. ആ റൂഹ് അത് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത്, വെപ്രാളപ്പെടുന്ന സമയത്ത്, കണ്ണ് പുറത്തേക്ക് വരുന്നത് പോലെ തോന്നുന്ന സമയത്ത്, ശ്വാസം വലിച്ചിട്ട് കിട്ടാത്ത ഒരവസ്ഥ, വല്ലാത്ത ഒരു ഭീതിയിലാണ്, വല്ലാത്ത ഒരു വെപ്രാളത്തിലാണ്. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ റൂഹിനെ പിടിച്ചു വെക്കാൻ സാധിക്കാത്തത്? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. തൊട്ടു മുമ്പ് വരെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നടത്തിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ ഹൃദയം മിടിച്ചിട്ടില്ലേ? നിങ്ങളുടെ ശരീരത്തിലൂടെ രക്തപ്രവാഹം നടത്തപ്പെട്ടിട്ടില്ലേ? എന്തേ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു വെക്കാൻ സാധിക്കാത്തത്? ആ ശ്വാസം ഒന്നുകൂടെ വലിച്ചു വിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തതെന്താ? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിസ്സഹായനാണ് മനുഷ്യാനി, നിങ്ങൾക്കൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. അല്ലാഹ് പറയാ, ആരാണെന്ന് പറഞ്ഞിട്ടും, എത്ര വലിയ ബലവാനാണെന്ന് പറഞ്ഞിട്ടും, എനിക്കിത്ര സ്വാധീനമുണ്ട്, എനിക്കിത്ര അറിവുണ്ട്, ഞാൻ ഇത്ര ശക്തിമാനാണ്, ഇത്ര സമ്പത്തുണ്ട്, ഇത്ര സ്ഥാനമാനം, ഒന്നും വിലപ്പോകാത്ത, എല്ലാവരും തലകുനിച്ച് മുട്ടുകുത്തി തലകുനിച്ചിരിക്കേണ്ട, ആ വിളിക്കുത്തരം നൽകേണ്ട ഒരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നു. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചതാ. അങ്ങനെ നമ്മൾ പറയാ, എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ട് പോയതാണ്, എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചതാണ്. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാലും, നാം എന്തൊക്കെ സ്വപ്നങ്ങൾ മെനഞ്ഞാലും, നമുക്കൊക്കെ അള്ളാഹുവിന്റെ രേഖയിൽ ഒരു അവധിയുണ്ട് സഹോദരങ്ങളെ. ആ അവധി എത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും പിന്നെ അള്ളാഹ് നമ്മെ പിന്തിച്ചിട്ടേക്കുകയില്ല. ഒരു നിമിഷം പോലും പിന്തിച്ചിട്ടേക്കുകയില്ല. അതിന്റെ മുമ്പ് അത് പിടിക്കുകയില്ല. ആ സമയമെത്തിയാൽ ഞാൻ നിങ്ങളൊക്കെ യാത്ര പോകണം. ഈ ബോധമാണ് നമ്മെ നന്നാക്കേണ്ടത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം. ഏത് മതവിശ്വാസികൾക്കും ഇത് ബോധ്യമുണ്ട്, മതമില്ലാത്തവനും അറിയാം. പക്ഷേ ഇത് ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ? നമുക്ക് മോട്ടിവേഷനാണ്. എന്ത് മോട്ടിവേഷനാണ്? പരലോകത്ത് സക്സസ് ആവാൻ, പരലോകത്ത് വിജയിക്കാനുള്ള പ്രചോദനമാണ് ഇത്തരം വചനങ്ങൾ. ഇത് തിരിച്ചറിയാനും ഈ ബോധത്തോടുകൂടെ ജീവിക്കാനുമാണ് ഞാനും നിങ്ങളും തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മരണം യാഥാർത്ഥ്യമാണ്. ഒരാൾക്കും അതിൽ നിന്ന് കുതറിമാറാൻ, അത് തട്ടിമാറ്റാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് ഓടിയൊളിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അത് വരുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ അതിനു വേണ്ടി തയ്യാറാവുക എന്നുള്ളത്. വരുന്നൊക്കെ എനിക്ക് ഉറപ്പാണ്, പക്ഷെ എൻ്റെ ജീവിതം എങ്ങനെയാണ്?
തിന്മകളിലൂടെ നന്മകൾ ചെയ്യാൻ താല്പര്യമില്ലാതെ ആ രൂപത്തിലുള്ള ഒരു ജീവിതം അതൊരു ബുദ്ധിമാനായ വിവേകശാലിയായ മനുഷ്യൻ്റെ ജീവിത ശൈലിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മരിക്കുമെന്നുള്ള ബോധമുണ്ടായിട്ടും തിന്മകളിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ, മരിക്കുമെന്നുള്ള ബോധമുണ്ടായിട്ടും നിസ്കരിക്കാൻ അലസത അതുണ്ടാകൂല. ഒന്നുകിൽ ഇത് രണ്ടും കൂടെ ഒന്നിക്കൂല. ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടതുപോലെ, ഇസ്ലാം പഠിപ്പിച്ചതുപോലെ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, ഈ മരണം, നിങ്ങളുടെ സർവ്വ സുഖങ്ങളെയും വിച്ഛേദിച്ച് കളയുന്ന ഈ മരണമുണ്ടല്ലോ, ഇതിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്നാണ്. ഇടക്കിടക്ക് ഓർമ്മിക്കണമെന്നല്ല, അക്സിറു, എപ്പോഴും പറയണം, എപ്പോഴും നിങ്ങളുടെ സംസാരത്തിലുണ്ടാവണം, നിങ്ങളുടെ ചർച്ചയിലുണ്ടാവണം, നിങ്ങളുടെ ബോധത്തിലുണ്ടാവണം, ഓർമ്മയിലുണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു അൻസ്വാരിയായ സഹാബി കടന്നു വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, മൻ അഖിയ സുന്നാസ്, ജനങ്ങളിലെ ഏറ്റവും നല്ല ബുദ്ധിശാലി വിവേകമുള്ള മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് പ്രവാചകനെ? പ്രവാചകന്റെ മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹ്. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം, മരണത്തെ അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത്, മരിക്കുന്നെപ്പോഴും ഓർക്കുന്ന മനുഷ്യൻ. മരണത്തെക്കുറിച്ച് ബോധമുണ്ട്, എന്നിട്ടോ അത് മാത്രം മതിയോ? മരിക്കുന്നുള്ളൊരു ചിന്ത മാത്രം പോരാ, അതിനു വേണ്ടി ശക്തമായ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അയാളുടെ നമസ്കാരം ആവാറില്ല, അയാളുടെ സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കുന്നുണ്ട്, അയാളുടെ നോമ്പ് അതൊക്കെ കൃത്യമാണ്, സ്വതക്കകൾ, ഖുർആൻ പാരായണങ്ങൾ, നന്മകൾ, തിന്മകൾ, അതിൽ നിന്നൊക്കെ അയാൾ വിട്ടുനിൽക്കുന്നു. തഖ്വയോടുകൂടെയുള്ള ജീവിതം. അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹ്. പരിശോധിക്കണം, സ്വന്തത്തെക്കുറിച്ച് പരിശോധിക്കണം. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഈ മരണം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രായം മാനദണ്ഡമാക്കപ്പെടുന്നില്ല എങ്കിൽ, രോഗം മാനദണ്ഡമാക്കപ്പെടുന്നില്ല എങ്കിൽ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് യാത്ര പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, യാദൃച്ഛികമായിട്ട് പെട്ടെന്നുള്ള ആകസ്മികമായ മരണങ്ങൾ അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്കും നാളെ ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് തയ്യാറെടുക്കുക. അതാണ് വിവേകശാലിയായ ഒരു ബുദ്ധിമാനായ വിശ്വാസിയുടെ അടയാളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ സമീപത്തിരിക്കുന്നു. ഒരു ഖബർ കുഴിക്കുന്ന ആ ഖബറിന്റെ സമീപത്തിരുന്നു. ആ ഖബറിലെ മണൽത്തരികൾ അത് നനയുമാറ് പ്രവാചകന്റെ കണ്ണുനിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നുണ്ട്, കരഞ്ഞു പോകുന്നുണ്ട് നബി. എന്നിട്ട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും എനിക്കൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് ഫഅഇദു, തയ്യാറാവുക. നന്മകളെ കൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് ഈ മരണത്തിന് വേണ്ടി തയ്യാറാവുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാം ഓരോരുത്തരും നടത്തി വെക്കണം എന്നുള്ളതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടത്തിന് പാത്രമാകുന്ന രൂപത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ.